നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. തൃശൂരിലെ ഒരു സ്പായിലെ ജീവനക്കാരിയുടെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ, പ്രൈവറ്റ് വീഡിയോ എന്നാണ് പറയുന്നത്, അത് ആ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ട്. അതിനായി ആ മുൻ ജീവനക്കാരി സംഘം ചേർന്നെത്തി വീട്ടിൽ കയറി മൊബൈൽ ഫോൺ ഉൾപ്പെടെ തട്ടിയെടുത്തു. എന്താണ് ആ സ്വകാര്യ ദൃശ്യങ്ങൾ? ഈ സ്പാകളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ജസ്റ്റിൻ പുതുജീവൻ ഏകിയാണ് അവൾ ഇന്ന് മടങ്ങിയത്. ഇനി മറ്റൊന്ന് ജസീലയാണ്. സ്വയം ജീവനൊടുക്കിയ അവൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ആ കുടുംബം ആവർത്തിക്കുന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ്. ഈ വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. സ്വകാര്യ വീഡിയോകൾ കൈക്കലാക്കാൻ സ്പാ നടത്തിപ്പുകാരിയെ വീട്ടിൽ കയറി ആക്രമിച്ചു. പണവും സ്വർണവും കവർന്ന 8 പേർ പിടിയിൽ. സ്പാ നടത്തിപ്പിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയുടെ വീട് കയറി ആക്രമിച്ചാണ് ഫോണുകളും പണവും സ്വർണവും ഉൾപ്പെടെ അപഹരിച്ചത്. ഈ സംഭവത്തിൽ 8 പേർ അറസ്റ്റിലായി. സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കോയമ്പത്തൂർ മംഗലാപുരം സ്വദേശികളായിട്ടുള്ള 5 യുവതികളും 3 യുവാക്കളും ചേർന്നാണ് ഈ അതിക്രമം നടത്തിയത്. അവരാണ് ഇന്ന് തൃശൂരിൽ പോലീസിന്റെ പിടിയിലായത്. നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി ഓഫീസർ ACP തൃശൂർ ശശിധരൻ അദ്ദേഹം ഇത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് എല്ലാ CRV വെഹിക്കിൾസും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്റ്റേഷൻ വെഹിക്കിൾ അറിയിച്ചിട്ട് വി ഹാവ് പ്ലാൻ നാക്കബന്ദി അറ്റ് ദ തൃശൂർ. നമുക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്രകാരം വി ഹാവ് ഡിഡ് ദ നാക്കബന്ദി അറ്റ് ദ തൃശൂർ. പിന്നെ ആ സമയത്ത് നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിക്കാട് ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ കർണാടക രജിസ്ട്രേഷൻ ഇൻഡിക്ക കാറും ഒരു ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇവിടുത്തെ നമുക്ക് തൃശ്ശൂർ സ്വദേശിയായ ഒരു വിക്ടിം, പിന്നെ ഈ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു ലേഡി, അവിടെ 2 പേരുടെ തമ്മിൽ ഒരു സ്പാ ബന്ധപ്പെട്ട് ഏർപ്പാടായിരുന്നു. അതിന്റെ ബിസിനസ് തർക്കും അത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും 8 പേര് ഒരു കാറും ഒരു ബൈക്കിൽ വന്നിട്ട് they have tried to snatch the mobile phone. They have also took the gold jewelry from the victim. Then few 40,000 rupees were transferred via Google Pay to the account of this accused. Based on this information we acted, and within 1 hour of this incident our team led by ACP Shashidharan, Inspector Benilal, they have apprehended all 8 accused, and now we have custody of all 8 people. Among these 8 people, 3 are male, 5 are female accused are in our custody. തൃശൂർ സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ നടത്തിയിരുന്ന സ്പായിലെ ജീവനക്കാരി ആയിരുന്നു ഈ യുവതി. പിടിയിലായ യുവതിയിൽ ഒരാൾ. 1 മാസം മുമ്പ് ഈ സ്പായിൽ ഇവർ ജോലി ചെയ്തിരുന്നു. ഈ സ്ത്രീയുടെ കൈവശം, അതായത് നടത്തിപ്പുകാരുടെ കൈവശം ഉണ്ടായിരുന്ന യുവതിയുടെ വീഡിയോ അടങ്ങിയ മൊബൈൽ ഫോൺ അത് വീണ്ടെടുക്കാനും ഒപ്പം 2 പേരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കവുമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്ത്രീയുടെ വീട്ടിലെത്തിയ യുവതികളും യുവാക്കളും ചേർന്ന് മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. ഒപ്പം 20,000 രൂപയും സ്വർണ്ണാഭരണവും കവരുകയായിരുന്നു. ഏതാണ്ട് രാത്രി 12:00 കർണാടക രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ ഈ 3 യുവതികളും യുവാക്കളും ഒപ്പം 2 ട്രാൻസ്ജെൻഡേഴ്സും ഈ സംഘം സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ജോലിയിൽ നിന്ന് വിട്ട ശേഷം തന്റെ സ്വകാര്യ വീഡിയോകൾ ഈ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ട് എന്ന് ഈ കർണാടക സ്വദേശിനിയായ യുവതി മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംഘത്തെ കൂട്ടി അവൾ തൃശ്ശൂരിലെത്തുന്നത്. ഈ അക്യൂസ്ഡ് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ, ഈ വിക്ടിം പറഞ്ഞ ലേഡിയുടെ കയ്യിൽ ഇവരുടെ കുറെ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു.
ആ വീഡിയോ എടുക്കാൻ വേണ്ടി, ആ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി, അതിന്റെ കൂടെ തന്നെ അവരുടെ പൈസയുടെ കുറച്ച് ഏർപ്പാടായിരുന്നു. ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നായിരുന്നു. ആ വന്ന സമയത്ത് രണ്ട് ടീമിന്റെ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായിരുന്ന സമയത്ത് അവരോട് അടിച്ചിട്ട് മൊബൈൽ ഫോൺ അവർ എടുത്തു കൊണ്ടുപോയി. ഒരു 12 to 1 മണിക്കൂടെ ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ ഉള്ള ഈ തർക്കമായിരുന്നു. ഇത് ബന്ധപ്പെട്ട് നമ്മുടെ ടീം നമുക്ക് കിട്ടിയ കോൾ 1 മണിക്കായിരുന്നു. സോ അതിനെ നമുക്ക് 2 മണിക്കിടയിൽ 1 മണിക്കൂറിന്റെ അകത്ത് നമുക്ക് പട്ടിക്കാടിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെല്ലാ 2 കൂട്ടത്തിലെ ആൾക്കാർക്ക് ടോട്ടൽ 8 അക്യൂസ്ഡ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇതിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പിന്നെ പറഞ്ഞ FIR സ്റ്റേറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ കുറച്ച് വിശദമായി അന്വേഷിക്കാൻ ശേഷം മാത്രം നമുക്ക് സത്യത ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവും. കർണാടക രജിസ്ട്രേഷനിലുള്ള കാറിലും ബൈക്കിലുമൊക്കെ ആയിട്ടാണ് ആ സംഘം എത്തുന്നത്. സ്പാ നടത്തിപ്പുകാരുടെ വീടിന് സമീപം അവർ ആദ്യം കാത്തുകിടന്നു. അങ്ങനെ കാത്തുകിടന്നു. ഈ സ്പാ നടത്തിപ്പുകാരി ആ വീട്ടിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷം ഏതാണ്ട് രാത്രി 12:30 അതിക്രമിച്ച് വീട്ടിലേക്ക് കയറുന്നു. ഇപ്പോ വിക്ടിം പറയാനുണ്ട് അങ്ങനത്തെ സ്പാ അവർ നടക്കത്തില്ല. ബട്ട് അക്യൂസ്ഡ് സൈഡിൽ അവർ പറയുന്നുണ്ട് അവർ ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൽ ഒരു ഈ വിക്ടിം നടക്കുന്ന ഒരു സ്പായിൽ അവർ ജോലി ചെയ്തു. കുറെ പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം അവരുടെ തമ്മിൽ പൈസയുടെ ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ വന്നതിന്റെ തിരക്കിൽ ഇന്നലെ അവർ 3 ദിവസം മുമ്പ് അവർ ബാംഗ്ലൂരിൽ ഇതെല്ലാം ഒരു ഈ ഡക്കൈത്തി രൂപത്തിൽ അവർ 3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തു. ഇന്നലെ രാവിലെ കോയമ്പത്തൂർ ഹാൾട്ട് ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം 10 മണി അവർ തൃശ്ശൂർ വന്നിട്ട് അവർ അവിടെ ആ വീട്ടിന്റെ ഏരിയയിൽ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം 12:30 മണിക്ക് ദേ ഹാവ് ബ്രേക്ക് ഇൻ ടു ദ ഹൗസ് ആൻഡ് ദേ ഹാവ് ഡൺ ദിസ്. ഈ സ്പാ നടത്തിപ്പുകാരിയും മറ്റ് 3 യുവതികളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കി 1 പവൻ തൂക്കമുള്ള ഏതാണ്ട് 1 പവൻ കവരുകയും ചെയ്തു. ഈ 20,000 രൂപ അത് കവർന്നത് ഗൂഗിൾ പേ വഴി അയക്കാൻ നിർബന്ധിച്ച് അയപ്പിക്കുകയായിരുന്നു. സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് ഈ സ്പാ നടത്തിപ്പുകാരി പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ അവർ നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതികൾ പിടിയിലാവുന്നത്. ദേശീയപാതയിൽ പട്ടിക്കാടിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലാവുന്നത്. ഇനി അതേസമയം സ്പാ നടത്തിപ്പിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആസ് ഓഫ് നൗ we have only this basic information. We have to go into the details. ഇത് ബന്ധപ്പെട്ടുള്ള എക്സാക്ട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയ ശേഷം അറിയിക്കാം. അവർ പറയുന്നത് ഈ പ്രൈവറ്റ് വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്. ഇവർ ഈ സ്പാ നടക്കുന്ന സമയത്ത് അവർ തൃശ്ശൂർ വന്ന സമയത്ത് കുറെ പ്രൈവറ്റ് വീഡിയോസ് ഈ വിക്ടിം എടുത്തിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ വീഡിയോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ വന്നാണ്. ഇപ്പൊ നമുക്ക് പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ചെയ്യാം. വിക്ടിം ശരിക്കും ഈ സ്പാ നടന്നോ ഇല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ശരിക്കും ഈ വിതൗട്ട് ലൈസൻസ് ആരും സ്പാ നടത്താൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ കുറെ എക്സ്റ്റോർഷനും ബാക്കി ഇമ്മോറൽ ട്രാഫിക്കിംഗ് ഉള്ള ആംഗിൾസും ഉണ്ട്. സോ വി ആർ ഇൻ ദ പ്രിലിമിനറി സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തൃശ്ശൂരിൽ അവിടെ നിരവധിയായിട്ടുള്ള സ്പാകളുണ്ട്. ഇവിടെയൊക്കെ പരിശോധന ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന തുടരും. നിയമവിരുദ്ധമായി കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതിന് ബോധ്യപ്പെടാനായി കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നതാണെങ്കിലും ആ സ്വകാര്യ ദൃശ്യം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ആ യുവതിയും സംഘവും സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലെത്തി അത്തരത്തിൽ അതിക്രമം കാട്ടിയത്. പക്ഷേ അത് പാളി. അവർ ഇപ്പോൾ അകത്താണ്. മരണമൊഴി വീഡിയോ ആക്കി അതിനുശേഷം ജീവനൊടുക്കിയ ജസീലയ്ക്ക് നീതി നിഷേധിക്കുകയാണോ? മരിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും തെളിവ് ശേഖരിക്കാൻ പോലും തയ്യാറാകാതെ പോലീസ്. ജസീലയ്ക്ക് നീതി ലഭിക്കാൻ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പ്രക്ഷോഭത്തിലേക്ക്.
കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനം നൊന്ത് എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ നാൽത്തൊടുക്കയിലെ ജസീല. അവളെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ആ സംഭവത്തിൽ അവളുടെ കുടുംബം ഉന്നയിക്കുന്നത്. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു. കരഞ്ഞ് നിലവിളിച്ച് തന്റെ നിരപരാധിത്വം അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ജസീലയുടെ അവസാന ദൃശ്യങ്ങൾ, ആ വീഡിയോ എങ്ങനെ മറക്കാൻ കഴിയും? ഒരിക്കൽ കൂടി കാണാം. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്തിയത്? എൻ്റെ മക്കൾക്ക് ഇത് ജീവിക്കാൻ കഴിയുമോ? തലവെച്ച് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ തോന്നി അവരില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയുന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാ. ഞാൻ പോവുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോവുകയാണ്. എൻ്റെ മരണശേഷമെങ്കിലും നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ. അവൾ അവസാനം പറഞ്ഞു വെച്ചത് അതാണ്. എന്താണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ആ കുടുംബം ഉന്നയിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് ആ കുടുംബം പറയുന്നു. മരണമൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് ആ അച്ഛനും ആ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആ ജസീലയ്ക്കായി നീതിക്കായി പോരാടുന്ന ആക്ഷൻ കമ്മിറ്റിയും കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ എന്തായി കേസിന്റെ സാഹചര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയി മേലുദ്യോഗസ്ഥരോട് ചോദിക്കൂ എന്നുള്ള ഉത്തരമാണ് നൽകുന്നത്. നിഷേധാത്മക നിലപാട് പുലർത്തുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥർ. ആക്ഷൻ കമ്മിറ്റി പറയുന്നു. അതിനിടയിൽ അന്വേഷണ ദിവസം പോയപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ചത്. പുള്ളി പറയുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എസ് പിന്നോട് ചോദിച്ചോളാം. പിന്നെ എന്തിനാ അന്വേഷണ സംഘ തലവനായിട്ട് ഇവിടെ അയാൾ നിയോഗിച്ചിനാരാ? എല്ലാ കാര്യങ്ങളും എസ് പിന്നോട് ചോദിക്കാനാണെങ്കിൽ എസ് പിൻ്റെ അടുത്ത് തിങ്കളാഴ്ച പോയിരുന്നു. ഞങ്ങൾ ആശങ്ക പറഞ്ഞിരുന്നു. പിന്നെ 13 ദിവസമായി മരണപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രതികളിലേക്ക് എത്തുകയോ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം മോഷണ കുറ്റമാണ് ഒന്ന് ആരോപിച്ചിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഈ 2 പവൻ സ്വർണം ഈ കുട്ടി ജസീല അഫ്രീദി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ, തിരിച്ചു വെച്ചതിൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഈ മൊബൈൽ കൂടിയിട്ടല്ലേ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എടുക്കണമെങ്കിൽ ആ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ആ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അഫ്രീദിൻ്റെ ഉമ്മാൻ്റെ മൊബൈൽ പിടിച്ചെടുക്കണ്ടേ? ഭർത്താവിൻ്റെ ഉമ്മയുടെ മൊബൈൽ, പെങ്ങളുടെ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ പോലീസ് പിന്നെ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസമാണ്? മരണമൊഴിയുണ്ട്. ആ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയ കൂടി. മാലമോഷണത്തിലെ അപമാനഭാരവും ആദൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവവും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് അവൾ അന്ന് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ജസീല കുടുംബത്തിന്റെ ആരോപണം. ആൺ സുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന്റെ ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അവരെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ കേസ് ആദ്യം പിന്നെ എത്തിയത് മോഷണ കുറ്റം എന്നുള്ള FIR ഇട്ടത് ആദൂർ പോലീസ് സ്റ്റേഷനല്ല. ആദൂർ പോലീസിൽ അനാസ്ഥ ഉണ്ടായത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതികളുടെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഈ സമയം വരെ അവർ പ്രതികളിലേക്ക് എത്താത്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെയും പിന്നെ മരണപ്പെട്ട ജസീലിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു പിന്നെ
ആശങ്കയുണ്ട്. ഈ ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആവശ്യം. സ്വർണ്ണ മോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം. എന്നാൽ മാത്രമാണ് അവളുടെ ആത്മാവിന് സ്വസ്ഥത ലഭിക്കൂ, ശാന്തി ഉണ്ടാകൂ എന്ന് ആക്ഷൻ കമ്മിറ്റിയിലുള്ളവർ പറയുന്നു. ഇനി മുമ്പോട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടാണ് വന്നത്. അവരിൽ നിന്ന് എന്താണോ കേൾക്കാനാണ് വന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോയി, SP-നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നീതി വേണം. ഈ കുട്ടി 4ഉം 6ഉം വയസ്സുള്ള 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഒരു അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജീവൻ കളഞ്ഞത് ഈ സത്യാവസ്ഥ പുറത്തു വരാനാണ്. അതിന് പോലീസ് സഹകരിക്കുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ, അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. ജസീലയ്ക്ക് നീതി വേണം, അതുമാത്രമാണ് അവരുടെ ആവശ്യം. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവരെ ഈ ലോകത്തിട്ടിട്ട് അവൾ മടങ്ങുമ്പോൾ എത്രമാത്രം ഭാരം അവൾ അനുഭവിച്ചിട്ടുണ്ടാകും, എത്രമാത്രം വിഷമം അവൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. ഫെബ്രുവരി 20-ാം തീയതിയാണ് എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കുന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ആ ദൃശ്യം ചിത്രീകരിച്ച് അയച്ചു കൊടുക്കുകയായിരുന്നു ജസീല. അതിനുശേഷമാണ് അവളുടെ ആത്മഹത്യ. ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വിദ്യാനഗർ പോലീസ്. വിദ്യാനഗർ പോലീസാണ് നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ആരന്വേഷിച്ചാലും അത് പോലീസിനെ തന്നെ രക്ഷപ്പെടുത്താനാണെങ്കിൽ പോലും ആദൂർ പോലീസിന്റെ വീഴ്ചയെ മറയ്ക്കാനാണോ ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത് പോലെ? അങ്ങനെയാകരുത്. നീതി വേണം. ചെയ്യാത്ത കുറ്റത്തിന് അപമാനം ഏറ്റുവാങ്ങിയാണ് ആ പെൺകുട്ടി ജീവനൊടുക്കിയത്. ഇനിയെങ്കിലും മരണശേഷമെങ്കിലും അവൾ ആ മരണമൊഴിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ ദുനിയാവിലില്ലാത്ത സമയത്തെങ്കിലും എനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൾ. യുവ ഡോക്ടർമാരുടെ അലക്ഷ്യമായ വാഹനമോടിക്കലിൽ ജീവൻ നഷ്ടമായ ജാസ്ലിയ മടങ്ങി. 4 പേർക്ക് പുതുജീവനേകിക്കൊണ്ട്. ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഡോക്ടർമാർ. ദൈവത്തിന്റെ കരമുള്ളവർ എന്നൊക്കെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ആ ഡോക്ടർമാർ തന്നെ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടായാലോ? അങ്ങനെ തന്നെയല്ലേ ജാസ്ലിയ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത്. അമിത വേഗത്തിലെത്തി കാർ ഇടിപ്പിച്ച ശേഷം നിർത്താതെ പോയതും 2 ഡോക്ടർമാരാണ്, സിറേക് പി ജോർജും അക്ഷയും. ഒരു നിമിഷം അവരൊന്ന് മനസ്സ് നൽകിയിരുന്നുവെങ്കിൽ ആ കൊച്ചുമിടുക്കിയെ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. എത്ര വേഗത്തിലാണ് ആ കാർ വന്ന് ഇടിക്കുന്നതെന്ന് CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ബോധ്യപ്പെടും. ജാസ്ലി ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയാണ് ആ വാഹനം. ചാലക്ക മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി വിദ്യാർത്ഥികളായിട്ടുള്ള സിറേക് ജോർജ്, അക്ഷയ്, ഇവർ 2 പേരുമാണ് അലക്ഷ്യമായ രീതിയിൽ ആ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയത്. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജാസ്ലിയ ജോൺസൺ ഗമാലിയിലെ ടെൽക്ക് ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്.
ആ അപകടം നടന്നിട്ട് 5 ദിവസം കഴിഞ്ഞു. പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംഘമാണ് അന്ന് ജസ്ലിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഷ്ടം. വിദ്യാർത്ഥികളും യുവജന സംഘടനകളും അങ്കമാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമുയർത്തി. ഈ പോലീസ് പ്രതികളെ വഴിവിട്ട് സഹായിക്കുന്നു എന്നാണ് ആ പ്രതിഷേധക്കാരുടെ ആരോപണം. ധനാഢ്യരായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നാരോപിച്ചായിരുന്നു അവളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചേർന്ന് ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ആക്സിഡന്റ് നടന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 പേരായിരുന്നു കാർ ഓടിച്ചിരുന്നത്. അപ്പൊ അതില് ആരാണ് എന്നുള്ളത് കൃത്യമാക്കാൻ വേണ്ടി മാത്രമാണ് ലേറ്റായതെന്നല്ല, ആരാണ് കൺഫേം ചെയ്തില്ലെങ്കിൽ കോടതി പോകുമ്പോൾ കേസ് നിലനിൽക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ കൃത്യമായ ആരാണ് വണ്ടി ഓടിച്ചതെന്നുള്ള വിഷ്വൽ അവരുടെയിലുണ്ട്, ഫോട്ടോ അവരുടെയിലുണ്ട്. അപ്പൊ അതനുസരിച്ച് എത്രയും പെട്ടെന്ന് പ്രതിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ആ വാക്ക് വിശ്വസിച്ചാണ് ഞങ്ങൾ ചൂടിന് പോകുന്നത്. ഇന്ന് ഇറങ്ങണ ഒരു വിഷ്വല് അവരുടെ കയ്യിലുണ്ട്, ആരാണ് ഡ്രൈവ് ചെയ്തതെന്നുള്ളതും. അപ്പൊ അത് വെച്ചിട്ട് പ്രതിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തായാലും ജാസ്ലിയുടെ ഇതിന് പോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി അല്ല അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വരും ഇവിടെ. 100% എന്തായാലും ഇവർ കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയുടെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതി എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജാസ്ലിയുടെ അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. അവൾ പാവപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇതാക്കുന്നത്. എന്താ വിലയില്ലേ, നമുക്കത് അറിയണം, വേറെ ഒന്നും പറയാനില്ല. അവൾ പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ടാണോ അവൾക്ക് നീതി കിട്ടാത്തത്? ആ പെൺകുട്ടിയുടെ ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ നെഞ്ചിൽ തറയേണ്ടതാണ്. എന്താണെങ്കിലും ജാസ്ലിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടി അവയവദാനത്തിന് അവളുടെ മാതാപിതാക്കൾ സമ്മതം നൽകുകയായിരുന്നു. അങ്ങനെ 4 അവയവങ്ങൾ ദാനം ചെയ്തു. കരള് രാജഗിരിയിലെ രോഗിക്ക് നൽകി. വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്കും അവൾ ദാനം ചെയ്തു. നേത്രപടലങ്ങൾ ഐ ബാങ്കിൽ സൂക്ഷിക്കാനാണ് തീരുമാനം. എന്താണ് കേസോട്ടോ വഴി അവയവദാനത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ നാടിനും വീടിനും ഒരു വിങ്ങലായി. ആ കൂട്ടുകാരുടെ പ്രിയങ്കരിയായിരുന്ന ജസ്ലിയ വിടവാങ്ങി. വിങ്ങിപ്പൊട്ടി കണ്ണീരോടുകൂടിയാണ് കൂട്ടുകാരും അധ്യാപകരും അവളെ ആ വീട്ടിൽ നിന്നും യാത്രയാക്കിയത്. കുറെ ദിവസമായിട്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുണ്ടായിരുന്നില്ല. അന്ന് ആക്സിഡന്റ് ഉണ്ടായി. അന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് ആലുവയിലേക്ക് വരാനായിട്ട്. അന്ന് പോകുന്നില്ലെങ്കിൽ ഡൊമിനോസിലെ ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കൊച്ചു ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്തി LF-ലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാക്കാതെ വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴും അവര് വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയെ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്നറിയോ? അവിടെ ഒരു ടീച്ചറുടെ, ഒരു അധ്യാപികയുടെ ഭയപ്പാടാണ് അവളുടെ ഒരു വിദ്യാർത്ഥി പോയതിനും ഒപ്പം തന്നെ മറ്റു കുരുന്നുകളും ആ വഴിയിൽ നടക്കുമ്പോൾ ഇനിയും ആശങ്കയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു ആ കണ്ണീർ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിരുന്നുവെങ്കിൽ ആ വാഹനാപകടത്തിന് ശേഷം ആ 2 ഡോക്ടർമാർ നിർത്താതെ പോവില്ലായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത മുഖമുദ്രയാക്കേണ്ട അവർ അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് അവരുടെ മനോനില എന്ന് വ്യക്തമാക്കി. എന്തുകൊണ്ടായിരിക്കാം അവർ നിർത്താതെ പോയത്? ആ വാഹനത്തിൽ ദുരൂഹമായി മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലഹരിയിലാണ് വാഹനം ഓടിച്ചത് എന്നതുകൊണ്ടായിരിക്കുമോ? അതാണോ അപകട കാരണം? ഈ ഉത്തരങ്ങളൊക്കെ തേടേണ്ടതും ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടതും പോലീസാണ്.
24 അവരുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20 മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.